ഹായ് എവരിബഡി, ഞാൻ അഡ്വക്കേറ്റ് നിഷ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടൊരു സംശയമാണ്. ഞാൻ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുമായി വളരെ വർഷങ്ങളായി വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് മ്യൂച്വലായി വിവാഹമോചന ഹർജി ഫയൽ ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഇതിനായി ഒരുപാട് കാലം കാത്തിരിക്കുന്നതിനുള്ള സാഹചര്യം ഞങ്ങൾക്കില്ല. ആയതിനാൽ ഇത് പെട്ടെന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു അഭിഭാഷകനെ കാണുകയും ഒരു മ്യൂച്വൽ ഡൈവോഴ്സ് ഹർജി തയ്യാറാക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ കൗൺസിലിംഗ് എന്നുള്ള ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ വേവ് ചെയ്യുന്നതിനും മാറ്റുന്നതിനും തുടർന്ന് ഈ ഹർജികളെല്ലാം തന്നെ ഇന്നേ ദിവസം തന്നെ പരിഗണനയിലെടുത്ത് അവസാനിപ്പിക്കുന്നുള്ള മറ്റൊരു ഹർജിയും വിവാഹമോചന ഹർജിയോടൊപ്പം ബോധിപ്പിക്കുക. ഈ കൗൺസിലിംഗ് വേവ് ചെയ്യുന്നുള്ള ഹർജിയിൽ നിങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തുക, നാട്ടുകാരും വീട്ടുകാരുമായുള്ള മധ്യസ്ഥത ഒരുപാട് തവണ നടന്നിട്ടുള്ളതാണെന്നും ആയത് ഫലം കണ്ടിട്ടില്ലെന്നും ഞങ്ങൾ ഇത്ര വർഷങ്ങളായി വേർപിരിഞ്ഞ് ജീവിക്കുകയാണെന്നും ഞങ്ങൾ യോജിച്ചു പോകാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ള കാര്യം ഈ ഹർജിയിൽ പ്രത്യേകം രേഖപ്പെടുത്താൻ മറക്കരുത്. ഇപ്രകാരം നിങ്ങൾ ഹർജികൾ ബോധിപ്പിച്ചാൽ അന്നേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട കോടതി ഹർജികൾ പരിഗണനയിലെടുക്കുകയും ഇതിൽ ഒരു തീരുമാനമെടുക്കുന്നതിനായി ഉത്തരവാവുകയും ചെയ്യും. അതിനാൽ നിങ്ങൾക്ക് അന്നേ ദിവസം തന്നെ വിവാഹമോചന ഹർജി ഓർഡർ പറയുന്നതിനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ച് കിട്ടുകയും അന്നേ ദിവസം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിവാഹമോചന ഉത്തരവ് കയ്യിൽ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാവും. അതിനാൽ നിങ്ങൾ വിവാഹമോചന ഹർജിയോടൊപ്പം ഈ രണ്ട് ഹർജികളും, അതായത് കൗൺസിലിംഗ് മാറ്റിക്കിട്ടുന്നതിനുള്ള ഹർജിയും അന്നേ ദിവസം തന്നെ വിവാഹമോചന ഹർജിയും ഈ ഹർജിയും പരിഗണനയിലെടുക്കുന്നതിനുള്ള മറ്റൊരു ഹർജിയും ബോധിപ്പിച്ചാൽ എല്ലാ നടപടികളും വളരെ എളുപ്പത്തിൽ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് വിവാഹമോചനം പെട്ടെന്ന് തന്നെ കയ്യിൽ വരുന്നൊരു സാഹചര്യമുണ്ടാകും. അതിനാൽ നിങ്ങളുടെ അഭിഭാഷകനോട് ഇത്തരത്തിൽ വിവാഹമോചന ഹർജി ബോധിപ്പിക്കാൻ നിങ്ങൾ ഉപദേശം കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് വളരെയധികം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം വരില്ല. താങ്ക്